പഠനമെന്നത് ആശയങ്ങളുടെ വിഴുങ്ങലല്ല, അവയുടെ സൃഷ്ടിയും പുനഃസൃഷ്ടിയുമാണ്. ബ്രസീലിയൻ വിദ്യാഭ്യാസ ചിന്തകൻ പൗലോ ഫ്രെയറുടെ ചിന്തകളാണിത്. നമുക്ക് സ്വാഗതം ചെയ്യാം നൂതന വിദ്യാഭ്യാസ പദ്ധതിയുമായി എത്തിയ കണ്ണൂർ ജില്ലയിലെ കോളയാട് ഗ്രാമപഞ്ചായത്തിനെ ഈ വേദിയിലേക്ക്. നമ്മുടെ ജഡ്ജസ് ഡോക്ടർ KP കണ്ണൻ, ശ്രീമതി നിർമ്മല സാനു ജോർജ്, പ്രൊഫസർ E കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ, മുൻ പ്ലാനിംഗ് ബോർഡ് അംഗം ശ്രീ G വിജയരാഘവൻ, കൂടാതെ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി സുഗതകുമാരി ടീച്ചർ. കോളയാട് നിന്നും ഗ്രീൻ കേരള എക്സ്പ്രസിൽ പങ്കെടുക്കാനായി എത്തിയിരിക്കുന്നവർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ KT ജോസഫ്, വൈസ് പ്രസിഡന്റ് മിസ് P പ്രേമവല്ലി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി KP കാഞ്ചനവല്ലി, മെമ്പർ ശ്രീമതി വത്സ തങ്കച്ചൻ, കൂടാതെ CDS ചെയർപേഴ്സൺ ശ്രീമതി ബിന്ദു കുര്യൻ. കോളയാട് പഞ്ചായത്തിനെ ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ പ്രേക്ഷകർക്കായി പരിചയപ്പെടുത്തി തരാമോ? കണ്ണൂർ ജില്ലയിലെ കിഴക്കൻ മലയോര പഞ്ചായത്താണ് കോളയാട് ഗ്രാമപഞ്ചായത്ത്. വയനാട്, കോഴിക്കോട് ജില്ലകളുമായി അതിൽ പങ്കിടുന്നു. ചരിത്രപരമായി പഴശ്ശിയുടെ പോരാട്ട ഭൂമിയാണ്. തലക്കൽ ചന്തുവിൻ്റെ പിന്മുറക്കാരായ കുറിച്യരുടെ അധിവസിക്കുന്ന പ്രദേശം കൂടിയാണ് കോളയാട് ഗ്രാമപഞ്ചായത്ത്. മലബാറിലെ ആദ്യത്തെ കുടിയേറ്റ കേന്ദ്രമാണ് കോളയാട്. കോളയാടിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഗ്രാമക്കാഴ്ചകളിലേക്ക്. കോളയാട് പ്രദേശം പ്രാചീന ചോള സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു. പഴശ്ശിയുടെ പോരാട്ടങ്ങൾക്ക് സഹായം നൽകിയ കുറിച്യ വംശജരുടെ പിന്മുറക്കാർ ഇപ്പോഴും ഇവിടെയുണ്ട്. പൗരാണിക കാലഘട്ടത്തിൽ തന്നെ കുടിയേറ്റം നന്നായി നടന്നിട്ടുള്ള പ്രദേശമാണ് കോളയാട്. അൽഫോൺസാമ്മയുടെ പേരിൽ കേരളത്തിൽ ആദ്യമായി ഒരു പള്ളി ഉണ്ടാവുന്നതും ഇവിടെയാണ്. പാനൂർ, നാദാപുരം ഭാഗത്തു നിന്നുള്ള മുസ്ലിം കുടിയേറ്റവും കോളയാടിൽ വളരെ പണ്ട് തന്നെ ഉണ്ടായിട്ടുണ്ട്. വേറിട്ടൊരു സംസ്കാരത്തിന്റെ അവകാശികളായി അന്നും ഇന്നും അവഗണിക്കപ്പെട്ട് കഴിയുന്ന കുറിച്യ പണിയ വിഭാഗങ്ങളുടെ സംസ്കാരങ്ങൾ കൂടി പഠിച്ചാലേ സാംസ്കാരിക ചരിത്രം പൂർത്തിയാകൂ. സുസ്ഥിര വികസനത്തിനായി എന്തൊക്കെ പദ്ധതികളാണ് കോളയാടിനുള്ളത്? നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്ന, ജൈവ വൈവിധ്യങ്ങളുടെ സംരക്ഷിച്ചുകൊണ്ടുള്ള വികസന കാഴ്ചപ്പാടാണ് കോളയാട് ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് വെക്കുന്നത്. പ്രധാനമായും സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമം ലാക്കാക്കിക്കൊണ്ടുള്ള പദ്ധതികൾക്കാണ് ഊന്നൽ നൽകിയിട്ടുള്ളത്. കോളയാടിന്റെ പദ്ധതികളെ കുറിച്ച് കൂടുതൽ അറിയണ്ടേ? സമഗ്ര വിദ്യാഭ്യാസത്തിലൂന്നിയാണ് കോളയാട് പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. മലയോര മേഖലയായ കോളയാട് വർഷങ്ങളായി പലവിധ വിദ്യാഭ്യാസ പദ്ധതികൾ നടപ്പിലാക്കി വരികയാണ്. കോളയാട് പഞ്ചായത്തിൽ ഇന്നും സാക്ഷരതാ തുടർ വിദ്യാഭ്യാസം സജീവമാണ്. കഴിഞ്ഞ 3 വർഷങ്ങൾക്കുള്ളിൽ 90ഓളം ആളുകളാണ് ഇവിടെ 10ാം തരം തുല്യതാ പരീക്ഷ പാസ്സായത്. ഒരു മലയോര പ്രദേശമായ കോളയാടിൽ ST വിഭാഗത്തിൽപ്പെട്ട ധാരാളം ആളുകളുണ്ട്. ഈ വിഭാഗത്തിൽപ്പെട്ട ഒരുപാട് പേർ സാക്ഷരതാ തുടർ വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ 10ാം തരം തുല്യമായ യോഗ്യതാ പരീക്ഷ പാസ്സായിട്ടുണ്ട്. പഠനത്തിൽ സഹായിക്കുന്നു. അവർ സ്വന്തം പഠിക്കുകയാണ്. കാരണം അവർ സമയത്ത് ക്ലാസ്സിൽ വന്നിരിക്കാൻ അധികം സമയമില്ലല്ലോ. അപ്പോൾ ഈ അവർക്ക് ഒഴിവുള്ള ദിവസങ്ങളിൽ ഇന്നൊരു ക്ലാസ് വേണമെന്ന് ആവശ്യപ്പെട്ടാൽ ഞങ്ങൾ തയ്യാറാണ്, വരും. ആദ്യ ക്ലാസ്സിലൊക്കെ ST കുട്ടികൾ തന്നെയായിരുന്നു ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൽ ഏകദേശം പകുതിയോളം ഉള്ളൂ. എത്ര ബാച്ച് കഴിഞ്ഞു പോയത്? ഇപ്പോൾ ഇവിടെ ഈ കേന്ദ്രത്തിൽ 3. ഈ സാക്ഷരതാ തുടർ വിദ്യാഭ്യാസ കേന്ദ്രത്തിൽ പഠിച്ച് ആദ്യത്തെ ബാച്ചിൽ തന്നെ 10ാം തരം തുല്യതാ പരീക്ഷ പാസ്സായി ഈ സ്കൂളിൽ തന്നെ പ്യൂണായി ജോലി ചെയ്യുന്ന ബോബൻ ചേട്ടൻ നമ്മളോടൊപ്പമുണ്ട്. ചേട്ടനോട് നമുക്ക് വിശേഷങ്ങൾ ചോദിക്കാം. സാക്ഷരതയുടെ ആദ്യത്തെ ബാച്ചിൽ ഞാനുണ്ടായിരുന്നു. ഇതിനെപ്പറ്റി എൻ്റെ കൂട്ടുകാരിൽ നിന്ന് തന്നെ അറിഞ്ഞ് ഞാനിവിടെ ചേർന്നതാണ്. വളരെയേറെ ഞങ്ങളെപ്പോലെ ഏജ് ഓവറായിരിക്കുന്ന, ഇനി പഠനം എന്തെന്ന് ഊഹിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നവർക്ക് വളരെയേറെ മാറ്റം കിട്ടുന്നൊരു സ്കീമാണിത്. യെല്ലോ ബുൾബുൾ എന്ന പക്ഷിയുടെ കൂടാണ് ഈ കാണുന്നത്. തൂവൽ കുപ്പായക്കാരുടെ വിസ്മയ ലോകം എന്ന ഒരു പഠന വിഭവ CD കോളയാട് പഞ്ചായത്ത് പുറത്തിറക്കിയിട്ടുണ്ട്. കണ്ണവും വനമേഖലയിലെ 35ഓളം പക്ഷികളെക്കുറിച്ചാണ് ആ ഡോക്യുമെൻ്ററി CD-യിൽ പറയുന്നത്. ഈ ഡോക്യുമെൻ്ററി തയ്യാറാക്കിയ ഇതിൻ്റെ ഡയറക്ടറായ ശശിധരൻ സാർ നമ്മളോടൊപ്പമുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതലായി നമുക്ക് സാറിനോട് തന്നെ ചോദിക്കാം. സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത് പുറത്തിറക്കിയത്. ഈ കണ്ണവ വനമേഖല എന്ന് ഉദ്ദേശിക്കുന്നത്
വളരെ ജൈവ വൈവിധ്യ പ്രാധാന്യമുള്ളതും ഒരുപാട് പക്ഷികളുടെ പ്രദേശം കൂടിയാണ്. കേരളത്തിലെ മൊത്തം പക്ഷികളുടെ നല്ലൊരു ശതമാനം ഇനം പക്ഷികൾ ഈ വനമേഖലയിലുണ്ട്. അതിനെ കണ്ടെത്തിയിട്ട് ആ കണ്ടെത്തിയ പക്ഷികളുടെ പ്രത്യേകതകൾ കുട്ടികളിൽ തന്നെ എത്തിക്കുക എന്നുള്ളതാണ്. ആ കുട്ടികളിൽ എത്തിക്കുന്നതിലൂടെ അതിനെ ഒരു അടുത്തറിയാൻ പഠിപ്പിക്കലാണ്. അടുത്തറിയാൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനെ സ്നേഹിക്കും. 35 ഇനം പക്ഷികളെക്കുറിച്ചുള്ള ഈ ഡോക്യുമെന്ററി 6 വർഷത്തെ നിരീക്ഷണങ്ങൾക്കും പഠനത്തിനും ശേഷമാണ് തയ്യാറാക്കിയത്. ജില്ലയിലെ മറ്റു പല സ്കൂളുകളിലും ഈ ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചു വരുന്നു. ബുദ്ധിവളർച്ചയില്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയുള്ള കോളയാട് പഞ്ചായത്തിൻ്റെ ശിശുമിത്ര ബഡ് സ്കൂളാണിത്. 1.5 മാസമായുള്ള ഈ സ്കൂൾ ഇവിടെ ആരംഭിച്ചിട്ട് ഇപ്പോൾ 25ഓളം കുട്ടികൾ ഈ സേവനം പ്രയോജനപ്പെടുത്തി വരുന്നു. രാവിലെ 9:30 പഞ്ചായത്തിന്റെ പല ഭാഗത്തുമുള്ള കുട്ടികളെ കാറിൽ ബഡ് സ്കൂളിലേക്ക് കൊണ്ടുവരുന്നു. പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും ഇവർക്ക് ഇവിടെ നിന്നും തന്നെയാണ്. ഇവരിൽ ചിലർ സ്വന്തം പേരുകൾ എഴുതുവാൻ പഠിച്ചു വരുന്നു. ആഗോളതാപനം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് മരം നട്ടുപിടിപ്പിക്കേണ്ടതിൻ്റെയും ഉള്ള മരം സംരക്ഷിക്കേണ്ടതിൻ്റെയും പ്രാധാന്യം കൃത്യമായി മനസ്സിലാക്കിയിരിക്കുകയാണ് കോളയാട് പഞ്ചായത്ത്. അതുകൊണ്ട് തന്നെ വേക്കളം UP സ്കൂളിൻ്റെ 1/2 ഏക്കർ സ്ഥലത്ത് കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു കൃത്രിമമായ ഗ്രാമവനം നട്ടുപിടിപ്പിക്കുകയാണ് ഇവിടെ. ഹരിത കേരളം പദ്ധതിയും തൊഴിലുറപ്പ് പദ്ധതിയുമായി ഒന്നിപ്പിച്ചാണ് കോളയാട് പഞ്ചായത്ത് ഗ്രാമവനം പദ്ധതി നടപ്പിലാക്കിയത്. 300ഓളം തൈകളാണ് ഗ്രാമവനം എന്ന ഈ പദ്ധതിയിലൂടെ നട്ടുപിടിപ്പിച്ചത്. സോഷ്യൽ ഫോറസ്ട്രി ഡിപ്പാർട്ട്മെന്റിൽ നിന്നുമാണ് പഞ്ചായത്തിന് ഇതിനായുള്ള വൃക്ഷത്തൈകൾ ലഭിച്ചത്. ബാലകൗമാര പദ്ധതിയുടെ ഭാഗമായി ബാലസഭയിലെ അംഗങ്ങളായ കുട്ടികൾക്കുള്ള സൗജന്യ വോളിബോൾ പരിശീലനവും ഇവിടെ നടന്നുവരുന്നു. 1 വർഷത്തോളമായിട്ട് ഇവിടെ ഈ ട്രെയിനിങ് നടന്നു വരികയാണ്. കാവുകളിലൂടെ എന്നൊരു ഡോക്യുമെന്ററി പഞ്ചായത്ത് തയ്യാറാക്കി വരികയാണ്. പഞ്ചായത്തിലെ എല്ലാ കാവുകളെയും കുറിച്ചുള്ള പഠനമാണ് ഇതുവഴി നടക്കുന്നത്. ജൈവ വൈവിധ്യത്തെക്കുറിച്ചും അപൂർവ ഇനം സസ്യങ്ങളെക്കുറിച്ചും ഇവർ ഇതിലൂടെ മനസ്സിലാക്കുന്നു. കാവുകളിലൂടെ എന്ന ഡോക്യുമെന്ററിയുടെ നിർമ്മാണത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരാണ് നമ്മളോടൊപ്പം ഉള്ളത്. നിങ്ങൾ എത്ര തരം തെയ്യങ്ങളൊക്കെ കണ്ടു? പേര് പറയുമോ? കൊച്ചുകുട്ടികൾക്ക് പഠനം രസകരവും ലളിതവും ഭാവനാത്മകവുമാക്കുന്ന വിധത്തിലുള്ള ശിശു സൗഹൃദ ക്ലാസുകൾ ഈ പഞ്ചായത്തിലെ സ്കൂളുകളുടെ ഒരു പ്രത്യേകതയാണ്. സർഗ കലാകായിക കേന്ദ്രം എന്നൊരു സ്ഥാപനം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്നു. സ്കൂൾ വിദ്യാഭ്യാസം ലഭിക്കാത്തവർക്കുള്ള കിരൺ പദ്ധതിയും പഞ്ചായത്തിൽ സജീവമായി നടക്കുന്നു. 32 യൂണിറ്റുകളായിട്ടാണ് ഈ കിരൺ ക്ലാസുകൾ നടക്കുന്നത്. ഇതുവരെ 680ഓളം ആളുകൾക്ക് 4ാം തരം വിദ്യാഭ്യാസം നൽകുവാൻ ഈ പദ്ധതിയിലൂടെ കഴിഞ്ഞു. നമ്മളിപ്പോൾ കോളയാടിന്റെ വികസന ദൃശ്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മുടെ ജഡ്ജസിന് കുറെ കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് ഇവരുടെ വ്യത്യസ്തമായ പദ്ധതികളെ കുറിച്ച്. കണ്ണമാഷേ, കോളയാട് പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ 1-2 മേഖലയിൽ മാത്രമല്ല, പല മേഖലകളിലും ഇത്രയൊക്കെ ചെയ്യാൻ സാധിച്ചത് ഇത്രയും കൂടുതൽ വനിതാ മെമ്പർമാർ കൂടുതൽ ഉള്ളതുകൊണ്ടാണോ? വനിതാ മെമ്പർമാർ നമ്മുടെ പഞ്ചായത്തിൽ 5 പേരാണുള്ളത്. അതിൽ 4 പേര് വന്നിട്ടുണ്ട്. 4 അല്ല 3 പേര്. ഒരാൾ CDSന്റെ ചുമതല. അതെ. അത് ശരി. ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയുടെ കാര്യം പറഞ്ഞപ്പോഴേ പല കുട്ടികളുടെ എന്താ പറയുക ശിശു സൗഹൃദ ക്ലാസ്സുകൾ ഈ LP സ്കൂളിൽ അത് എത്ര LP സ്കൂളുണ്ട്? 4 LP സ്കൂളാണുള്ളത്. ഈ 4ലും ഇതുമാതിരി ഞങ്ങൾ കണ്ട മാതിരിയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടോ? ചെയ്തു കൊടുത്തിട്ടുണ്ട്. 4 സ്കൂൾ ഒരു ക്ലാസ്സിന് മാത്രമാണോ അതോ എല്ലാ 1 മുതൽ 4 വരെ 5 വരെയോ? ഇല്ല, 1ാം ക്ലാസ്. 1ാം ക്ലാസ് മാത്രം. 1ാം ക്ലാസ് മാത്രം. അപ്പോൾ 2ാം ക്ലാസ്സിൽ പോകുമ്പോൾ എന്തായിരിക്കും സ്ഥിതി? ഈ തവണത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെയ്യാൻ പദ്ധതി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ എത്ര വർഷമായി ഈ പദ്ധതി തുടങ്ങിയിട്ട്? കഴിഞ്ഞ 2009-10 സാമ്പത്തിക വർഷമാണ് നടപ്പിലാക്കിയത്. ഇനി 2010-11 2ാം ക്ലാസ് ചെയ്യും. അപ്പൊ അതിനു മുമ്പുള്ള 13 വർഷത്തിൽ ഇങ്ങനെയുള്ള പദ്ധതികളൊന്നും ഉണ്ടായിരുന്നില്ല. അല്ല, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അല്ല, അത് പഞ്ചായത്താണോ ചെയ്തോ SSA ഫണ്ട് ഉപയോഗിച്ചാണോ? പഞ്ചായത്തിന്റെ മെയിൻ്റനൻസ് ഗ്രാന്റ് ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ കാണുന്നതില്ലേ, ഇപ്പോൾ നിങ്ങളുടെ പഞ്ചായത്തിലെ ജനസംഖ്യയിൽ 20%
ആദിവാസികളാണ്. ST അതെ അതെ കുടുംബങ്ങളാണ് അതെ അതെ ഉള്ളത്. ആ വിഭാഗത്തിൽ നിന്ന് ഉള്ള എല്ലാ പെൺകുട്ടികളും ആൺകുട്ടികളും സ്കൂളിൽ പോകേണ്ട പ്രായത്തിലുള്ളവർ സ്കൂളിൽ പോകുന്നുണ്ടോ എന്ന് ഉറപ്പ് പറയാൻ പറ്റുമോ? അങ്ങനെ അതിനുള്ള വല്ല പഠനങ്ങളോ വല്ലതും നടത്തിയിട്ടുണ്ടോ? 100% പേരും പിന്നെ സ്കൂളിൽ പിന്നെ പോകുന്നില്ല ഇല്ല, അല്ലെങ്കിൽ കൊഴിഞ്ഞു പോക്കുണ്ട്. പ്രത്യേകിച്ച് പണിയ സമുദായത്തിന് ഇടയിൽ. അപ്പം അത്തരം കുട്ടികളെ നമ്മൾ കണ്ടെത്തി MGLC എന്ന് പറയുന്ന ബദൽ വിദ്യാലയത്തിൽ പിന്നെ അവരെ പഠിപ്പിക്കുന്നുണ്ട്. ബദൽ വിദ്യാലയമുണ്ട്. ബദൽ വിദ്യാലയം അതെവിടെ? അവര് താമസിക്കുന്ന അവരെ കോളനിയിൽ തന്നെ, അവരുടെ കോളനിയിലാണ്. എന്താണ് അതിന്റെ പ്രത്യേകതകൾ? അവരെ സ്കൂളിൽ പോകാത്ത കുട്ടികളെ കണ്ടെത്തി കോളനി അവർ വെച്ച് തന്നെ പിന്നെ അവരെ പഠിപ്പിക്കും. ആരാണ് പഠിപ്പിക്കുന്നത്? അതിന് SSIയുടെ സഹായത്തോടു കൂടിയാണ്. ആരാണ് പഠിപ്പിക്കുന്നത്? ഒരു ടീച്ചറുണ്ട്. അപ്പോൾ ഈ എല്ലാ ക്ലാസ്സിലെ കുട്ടികളെയും പഠിപ്പിക്കാൻ ഒരു ടീച്ചറാണ്? അതെ അതെ. അപ്പോൾ അത് 4ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ 5ാം ക്ലാസ്സിലേക്ക് അവർ വേറെ സ്കൂളിലേക്ക് പോകണം. അപ്പോൾ അല്ല, ഒരു ടീച്ചറെ കൊണ്ട് ഇങ്ങനെ പല ക്ലാസ്സിൽ പല പ്രായത്തിലുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു ജോലിയാണോ അത്? അതെ, ഒരു കോളനിയിൽ സാധിക്കും. കോളനിയിൽ സാധിക്കും. ഇപ്പൊ അതാണുള്ളത്. അതെ അതെ. എന്തൊക്കെയാണ് പ്രധാന പ്രവർത്തനങ്ങൾ കുടുംബശ്രീയുടെ? കുടുംബശ്രീയുടെ പ്രധാന പ്രവർത്തനങ്ങൾ, കുടുംബശ്രീ നമ്മുടെ കാർഷിക മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്ന പ്രദേശമാണ്. അതുകൊണ്ട് പശു വളർത്തൽ, ആട് വളർത്തൽ, അതുപോലെ കോഴി വളർത്തൽ, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതുപോലെ തന്നെ പാട്ടകൃഷി, സംഘകൃഷിയെല്ലാം ചെയ്യുന്നുണ്ട്. പ്രധാന കൃഷി. എത്ര സംഘങ്ങൾ കൃഷിയിൽ ഏർപ്പെട്ടിട്ടുണ്ട്? 55 സംഘങ്ങൾ. 55. ഒരു സംഘത്തിൽ എത്ര പേര് കാണും? 5 പേരടങ്ങുന്ന ഗ്രൂപ്പ് കാണുന്നു. വ്യക്തികളും നടത്തുന്നുണ്ട്. അത് ശരി. വാഴകൃഷിയാണ് മെയിനായിട്ടുള്ള വാഴകൃഷി. അതുപോലെ തന്നെ മരിച്ചീനി, നെൽകൃഷി, പച്ചക്കറി കൃഷി. ഇങ്ങനെ കൃഷി ചെയ്യുന്ന ഈ കുടുംബശ്രീ കുടുംബങ്ങൾക്ക് ഒരു മാസം എന്ത് വരുമാനം കിട്ടും? നമ്മൾ കുടുംബശ്രീ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ മിക്കവാറും ചന്തകൾ നടത്താറുണ്ട്. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ നമ്മൾ വിഷുവിനും ക്രിസ്തുമസിനും അതിന് ശേഷമെല്ലാം ചന്തകൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ കാർഷിക ഉൽപ്പന്നങ്ങൾ കൊണ്ടുവന്ന് അതിൽ തന്നെ വിറ്റഴിക്കാറുണ്ട്. അതുപോലെ തന്നെ അല്ല, ഇത് വിറ്റഴിച്ച് ഇവരെ ഓരോ സംഘങ്ങൾ വീതിച്ചെടുക്കുമ്പോൾ ഒരു എന്താ പറയുക, ശരാശരി എന്ത് വരുമാനം ഒരു സ്ത്രീക്ക് കിട്ടുന്നുള്ളതാണ്? അത് അവര് പിന്നെ ചെയ്തത്ര കൃഷിന്റെ ആനുപാതികമായിട്ട് കൂടുതൽ മെച്ചപ്പെട്ട കൃഷി ചെയ്ത ആളുകൾക്ക് നല്ല നിലയിലുള്ള. അതിനൊരു കണക്കോ പഠനങ്ങളോ ഒന്നും നടത്തിയിട്ടുണ്ടോ? പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. കൃഷി ചെയ്ത് തന്നെ സ്ത്രീകൾ ജീവിക്കുന്നുണ്ട് നമ്മുടെ പഞ്ചായത്തില്. അത് ശരി. അവിടെ പഞ്ചായത്തിൽ കൂടുതലും ട്രൈബൽസ്, 20% ട്രൈബൽസ് ഉണ്ടെന്ന് ഇവിടെ പറഞ്ഞു. അവരുടെ ആരോഗ്യ കാര്യങ്ങൾക്ക് എന്താണ് പഞ്ചായത്ത് ചെയ്യുന്നത്? അവരുടെ ആരോഗ്യ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി പിന്നെ പഞ്ചായത്ത് പ്ലാൻ ഫണ്ടിൽ തന്നെ പിന്നെ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. എന്ത് ക്യാമ്പ്? മെഡിക്കൽ ക്യാമ്പുകൾ. അതോ പിന്നെ ബോധവൽക്കരണ ക്യാമ്പ് ഉൾപ്പെടെയായിട്ട് കോളനികളിൽ സംഘടിപ്പിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ പണിയ കോളനികളിലെല്ലാം പിന്നെ ഒരുപാട് ശുചിത്വം ഇല്ലാത്തൊരു പ്രശ്നമുണ്ടായി. ഇപ്പോൾ കുടുംബശ്രീ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഓരോ കുടുംബശ്രീയിലും ഒരു ആരോഗ്യ വളണ്ടിയർ ഉണ്ട്. ആ ആരോഗ്യ വളണ്ടിയറുടെ നേതൃത്വത്തിലും പഞ്ചായത്തിന്റെ PHCയുടെ ഭാഗമായിട്ട് ആശാവർക്കർമാർ, ഇവരെയെല്ലാം ഉപയോഗിച്ച് നിരന്തരം കോളനികളിൽ പോയി ഇടപെട്ട് പിന്നെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതിന്റെ ഭാഗമായി ആരോഗ്യ മേഖലയിൽ ഇപ്പോൾ പകർച്ചപ്പനി ഒക്കെ വരുന്ന ഘട്ടങ്ങളിലെല്ലാം പിന്നെ ഇടപെട്ടതിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഒരുപാട് മാറ്റം ഉണ്ട്. മാരകമായിട്ടുള്ള രോഗങ്ങളൊന്നും അങ്ങനെ പിന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടാറില്ല. പ്രസിഡന്റ് ആദ്യം പഞ്ചായത്തിനെ പരിചയപ്പെടുത്തിയപ്പോൾ തന്നെ ആദ്യം പ്രയോഗിച്ച വാക്ക് ജൈവവൈവിധ്യ സംരക്ഷണമാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വേറെ ഏതെങ്കിലും പഞ്ചായത്ത് ജൈവവൈവിധ്യ സംരക്ഷണം ഏറ്റവും